ഹായ് ഫ്രണ്ട്സ്, ഇമാതി മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഇങ്ങനെയൊരു വീഡിയോയുമായി വരാൻ കാരണം, നിലവിൽ ഇമാതി മാൾ ഓൺലൈൻ സ്റ്റോറിൽ റീസെല് ചെയ്യുന്ന നിരവധി ആളുകളുടെ അഭ്യർത്ഥന പ്രകാരം അതിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ അതിൻ്റെ വർക്ക് പ്ലാനിലും ബിസിനസ് പ്ലാനിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആ വരുത്തിയ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്നും അതുപോലെ പുതിയ റീസെല്ലറായി കടന്നു വന്ന ആളുകൾക്ക് പുതിയ പ്ലാൻ പ്രകാരം എങ്ങനെ ബിസിനസ് ചെയ്യാം എന്നും വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് പുതിയ പ്ലാൻ പ്രകാരം എങ്ങനെ ബിസിനസ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ഞാൻ ഇമാതി മാളിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. നിലവിൽ നമ്മൾ പഴയ പ്ലാൻ പ്രകാരം ചെയ്തിരുന്നത്, ഇമാതി മാളിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് നമ്മൾ റീസെല് ചെയ്യുന്നു. അപ്പോൾ ഉദാഹരണമായി ഞാൻ ഒരു 800 രൂപയുടെ സാധനം റീസെല് ചെയ്താൽ എനിക്ക് അതിൻ്റെ റിട്ടേൺ പീരീഡിന് ശേഷം 800 രൂപയ്ക്ക് 10%, അതായത് 80 രൂപ കമ്മീഷനായിട്ട് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു. എന്നാൽ നിലവിലെ പ്ലാൻ പ്രകാരം നമുക്ക്, ഉദാഹരണമായി ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്യുമ്പോൾ എനിക്ക് ഇമാതി മാൾ ഈ 399 രൂപയുടെ പ്രോഡക്റ്റ് എനിക്ക് 249 ഹോൾസെയിൽ പ്രൈസ് ആയിട്ടാണ് തരുന്നത്. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്ത് കാണിച്ചേക്കാം. എന്തെങ്കിലും കൂപ്പൺ ഉണ്ടെങ്കിൽ കൂപ്പൺ കോഡ് അടിച്ച് അപ്ലൈ ചെയ്യാം. എന്നിട്ട് പ്രൊസീഡ് ടു ചെക്കൗട്ട് കൊടുക്കുന്നു. ബില്ലിംഗ് ഡീറ്റെയിൽസ് കൊടുക്കുന്നു. ഞാൻ ഒരു അഡ്രസ്സ് കൊടുക്കുകയാണ്. പിൻ കോഡ് കൊടുക്കുന്നു. ഫോൺ നമ്പർ കൊടുക്കുന്നു. എന്തെങ്കിലും ഒരു നമ്പർ, മൊബൈൽ നമ്പർ കൊടുക്കുന്നു. അതിനുശേഷം ഞാനൊരു ഇമെയിൽ ID കൊടുക്കുന്നു. അതിനുശേഷം കാണാം യുവർ സെല്ലർ ID. ഞാനൊരു സെല്ലറാണെങ്കിൽ എനിക്കൊരു ID തന്നിട്ടുണ്ടാവും കമ്പനി. ആ സെല്ലർ ID ഞാൻ കൊടുക്കുന്നു. ഓക്കെ. അതിനുശേഷം ക്രിയേറ്റ് ആൻ അക്കൗണ്ട്, അതായത് നമുക്ക് ഈ മാധ്യമങ്ങളിൽ നിന്ന് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തവരെ പർച്ചേസ് ചെയ്യാം. അല്ല, നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ ഡയറക്റ്റും പർച്ചേസ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഞാൻ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനായി യൂസർ നെയിം കൊടുക്കുന്നു, ഒരു പാസ്വേഡ് കൊടുക്കുന്നു. ഒരു സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ ഷിപ്പ് ടു ഡിഫറെൻ്റ് അഡ്രസ്സ്, അതായത് നമ്മൾ ബില്ലിംഗ് അഡ്രസ്സിലല്ല സാധനം കൊടുക്കുന്നത്, വേറൊരു അഡ്രസ്സിലാണ് സാധനം അയക്കേണ്ടതെങ്കിൽ നമ്മൾ ഇത് ടിക്ക് ചെയ്ത് ആ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാൻ ബില്ലിംഗ് അഡ്രസ്സിൽ തന്നെ കൊടുക്കുകയാണ്. അതിനുശേഷം കാണാം നമുക്ക് ഇൻ കേസ് ഓഫ് റീസെല്ലിംഗ് ദ എമൗണ്ട് ടു ബി കളക്റ്റഡ്, അതായത് നമ്മളിത് റീസെല്ല് ചെയ്യുകയാണ്, നമ്മൾ നമ്മുടെ കൂട്ടുകാരനോ കൊടുക്കുകയാണെന്ന് കരുതുക. അപ്പോൾ നമ്മൾ ഈ 249 സാധനം, ഷിപ്പിംഗ് ചാർജ് 60 രൂപ കൂട്ടി 309 രൂപയുടെ സാധനം നമ്മൾ നമ്മുടെ കൂട്ടുകാരന് ഒരു 60 രൂപ മാർജിൻ ഇട്ട്, അതായത് 399 രൂപയുടെ സാധനമാണ്, അത് 309 ഷിപ്പിംഗ് ചാർജ് അടക്കം വരുന്നത്. അപ്പോൾ ഒരു 60 രൂപ മാർജിൻ ഇട്ട് 369 ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുക്കുന്നു. അപ്പം നമുക്ക് അവിടെ അവരെ കയ്യിൽ നിന്നും കളക്ട് ചെയ്യേണ്ട എമൗണ്ട് നമ്മൾ ഇതിലിട്ട് കൊടുക്കുന്നു. അതായത് 399 രൂപയുടെ സാധനം ഞാൻ 369 രൂപയ്ക്ക് 30 രൂപ ഡിസ്കൗണ്ട് ചെയ്ത് എൻ്റെ ഫ്രണ്ടിന് കൊടുക്കുന്നു. എന്നിട്ട് അതിന് ശേഷം ക്യാഷ് ഓൺ ഡെലിവറി ആണോ ഓൺലൈൻ പേയ്മെൻ്റ് ആണോ കൊടുത്തതിന് ശേഷം എഗ്രി കൊടുത്ത് ഓർഡർ പ്ലേസ് ചെയ്യുക. അപ്പോൾ ഈ 249 രൂപയുടെ സാധനം 60 രൂപ ഷിപ്പിംഗ്, 309 രൂപ കമ്പനി എടുത്ത് ബാക്കി 60 രൂപ നിങ്ങൾ സെറ്റ് ചെയ്ത 60 രൂപ കമ്മീഷൻ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്തു തരുന്നു.
പ്രത്യേകം ശ്രദ്ധിക്കുക. മാക്സിമം MRP പ്രൈസ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പ്രൊഡക്റ്റിന് 399 ആ പ്രൈസിനോ അല്ലെങ്കിൽ താഴെയോ പ്രൈസിന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ വരെ ബൈ. സോറി, അതുപോലെ തന്നെ നിങ്ങൾ ഒരു റീസെല്ലറാണ്. അപ്പോൾ നിങ്ങൾ കൂടുതലും സെല്ല് ചെയ്യുന്നത് നിങ്ങളുടെ അടുത്ത് റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനുമെല്ലാം ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ പരമാവധി 600 രൂപയോ 600 രൂപയ്ക്ക് മുകളിലോ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. വൺ ടൈം, അതായത് നമ്മൾ 1, 2, 3 തവണയായിട്ട് 200-250 രൂപയുടെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നതാണ്. എന്നാൽ 600 രൂപക്കോ അല്ലെങ്കിൽ 600 രൂപയ്ക്ക് മുകളിലോ പർച്ചേസ് ചെയ്യുമ്പോൾ ഷിപ്പിംഗ് ചാർജ് വരുന്നില്ല, ഫ്രീ ആയി ഡെലിവറി നൽകുന്നതാണ്. അതുകൊണ്ട് പരമാവധി നിങ്ങൾ വൺ ടൈമായി പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.